നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിങ്ങൾ എന്റെ മുറിയിൽ കയറി ഞാൻ അറിയാതെ എന്തെങ്കിലും സാധനങ്ങൾ എടുത്ത് മാറ്റിയോ? അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. എന്താടാ നീ ചോദിച്ചതിന്റെ അർത്ഥം? ഞാനൊരു കള്ളിയാണെന്നോ അതോ മോഷ്ടമാണെന്നോ? ഇഷ്ടമുള്ളതുപോലെ എടുക്കാം. എന്റെ മുറിയിൽ ജാഥയുടെ ചിത്രം വരച്ചത് കാണാതെ പോയിരിക്കുന്നു. ആരോ അത് എടുത്ത് മാറ്റിയിരിക്കുന്നു എന്ന അർത്ഥം. ഞാനോ? ഞാനെന്തിനും നിന്റെ പടം എടുത്ത് മാറ്റണം? സാറേ, നമുക്കൊന്നുകൂടെ അവിടെയൊക്കെ നോക്കിയിട്ട്. നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? പോവാൻ. നോക്ക് മേഘനാഥ, ഞാൻ നിന്റെ മുറിയിൽ കയറിയിട്ടില്ല. ഒരു നശിച്ചവളുടെയും ചിത്രം എടുത്ത് മാറ്റിയിട്ടുമില്ല. ആരെയാ നിങ്ങൾ നശിച്ചവളെന്ന് വിളിച്ചത്? എന്റെ രാധയാണോ? നിനക്കവള് വലിയ മഹാലക്ഷ്മി ആയിരിക്കും, എന്നാൽ എനിക്കവള് വെറും നശിച്ചവള് മാത്രം. അവളുടെ അച്ഛൻ തൃപ്പങ്ങോട്ട് വാസുദേവൻ കൊലപ്പെടുത്തിയ കോട്ടയ്ക്കൽ വിശ്വംഭരന്റെ ഭാര്യയാ ഞാൻ. ആ നീചന്റെ രക്തത്തിൽ പിറന്ന രാധയെ ഒരു നികൃഷ്ട ജന്തുവായ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇനിയും അതങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. നിങ്ങൾ സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ. പറയുന്ന ഓരോ വാക്കിനും വലിയ അർത്ഥങ്ങളുണ്ട്. അതിന് പൊന്നും വില കൊടുക്കേണ്ടി വരുമെന്ന് മറക്കരുത്. നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? ഒന്നുമില്ലെങ്കിലും ഞാൻ പ്രസവിച്ചവനല്ലേടാ നീ. എന്റെ മുലപ്പാൽ വലിച്ചെടുത്ത് ജീവൻ വെച്ചവൻ. ഞാൻ നിന്നെ ഭയക്കണോ? എടാ ഭയക്കണോന്ന്. ഭയക്കും. ഭയക്കേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥ വന്നാലേ ഇവിടുത്തെ ഉത്തരത്തിൽ തൂങ്ങിയാടും ഈ ഭവാനി. അപ്പ വരും കോട്ടയ്ക്കൽ വിശ്വംഭരൻ നിന്നോട് ചോദിക്കാൻ. ഒരു പെണ്ണിന്റെ തൊലിവെളുപ്പിൽ മയങ്ങി പെറ്റമ്മയെ വെല്ലുവിളിക്കാൻ വന്നിരിക്കുന്നു. ഇതിനും മാത്രം എന്തു മഹത്വമാടാ ആ നാശം പിടിച്ചവൾക്കുള്ളത്. സാറൊന്നും വിചാരിക്കരുത്. പല വട്ടം സാക്ഷിയായതുകൊണ്ട് പറയുക. വെറും ഒരു പെണ്ണിന്റെ പേരും പറഞ്ഞ് നിങ്ങൾ അമ്മയും മകനും തമ്മിൽ തെറ്റരുത്. അത് തെറ്റാണ്. നീ ആരാടാ പറയാൻ? വേണ്ട വേലയാ, ഇവന്റെ കണ്ണില് തിമിരം ബാധിച്ചിരിക്കുക. പറയുന്ന എന്താ ചെയ്യുന്ന എന്താന്ന് ബോധ്യമില്ലാത്തവൻ. നിങ്ങൾ കൂടുതൽ പ്രസംഗിക്കണ്ട. ആ ചിത്രം എവിടെ പോയിന്ന് പറഞ്ഞാ മതി, ഇല്ലെങ്കിൽ പറയിപ്പിക്കും ഞാൻ. ആ ചിത്രം എന്റെ കയ്യിൽ കിട്ടിയില്ലല്ലോ എന്നുള്ള ഖേദം മാത്രമേ എനിക്കുള്ളൂ. കിട്ടിയിരുന്നെങ്കിൽ ഞാനത് കത്തിച്ച് കാറ്റി പറത്തിയാനെ. അവന്റെ ഒരു രാധ, അവളെ കണ്ട് ഭ്രാന്ത് ഇളകിയിരിക്കുക മേഘ നിനക്ക്. ഏതായാലും ഒരു കാര്യം നീ ഓർത്തോ, ഈ നിമിഷം മുതൽ നിനക്കവളെ കാണാൻ കഴിയല്ലേ എന്നും മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നത്. അല്ലെങ്കിൽ അവൾ ആദ്യം എന്റെ കൺമുമ്പിൽ വന്ന് പെടണം. പിടിവരെ ഒരു കത്തി ഞാൻ അവളുടെ നെഞ്ചിലേക്ക് കുത്തി ഇറക്കുമെന്ന് ഉറപ്പാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.